വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും പ്രതികളായ കെ മഹേശന്റെ ആത്മഹത്യാ പ്രേരണാ കേസിന് വീണ്ടും ജീവൻ വെക്കുന്നു. പിണറായി സർക്കാർ അന്വേഷണം ആരംഭിച്ച കേസിൽ മുതിർന്ന നേതാവ് VM സുധീരന്റെ ഇടപെടലോടെ സർക്കാർ ഇടപെടലിന് കളമൊരുങ്ങുകയാണ്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പിലെ വെള്ളാപ്പള്ളി നടേശന്റെ പങ്ക് വെളിപ്പെടുത്തിയതിന്റെ പേരിൽ പീഡനമേൽക്കേണ്ടി വന്നുവെന്ന് പരസ്യമാക്കിയാണ് SNDP യോഗം കണിച്ചുകുളങ്ങര യൂണിയൻ സെക്രട്ടറിയും മൈക്രോ ഫിനാൻസ് കോർഡിനേറ്ററുമായിരുന്ന മഹേശൻ 2020 ജൂൺ 24-ന് ജീവനൊടുക്കിയത്. എന്റെ ജീവിതം എന്റെ നേതാവ് വെള്ളാപ്പള്ളി സാറിനും എന്റെ സുഹൃത്ത് KL അശോകനുമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന യൂണിയൻ നേതാക്കന്മാർക്ക് വേണ്ടി ഹോമിക്കുന്നു. താൻ സെക്രട്ടറി ആയിരുന്ന കണിച്ചുകുളങ്ങര SNDP യോഗം ഓഫീസിൽ KK മഹേശൻ ജീവനൊടുക്കിയതിന് പിന്നാലെ പോലീസ് കണ്ടെടുത്ത ഈ ആത്മഹത്യാക്കുറിപ്പിന്റെ പേരിലാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി VK നടേശൻ എന്ന വെള്ളാപ്പള്ളി നടേശൻ, മാനേജർ KL അശോകൻ, VN തുഷാർ എന്ന തുഷാർ വെള്ളാപ്പള്ളി എന്നിവർ പ്രതികളാവുന്നത്. ആത്മഹത്യയ്ക്ക് സ്വതവേ രജിസ്റ്റർ ചെയ്യുന്ന അസ്വാഭാവിക മരണത്തിനുള്ള കേസെടുത്ത് അന്വേഷണം അവസാനിപ്പിക്കാൻ പോലീസ് ശ്രമിച്ചപ്പോൾ മഹേശന്റെ കുടുംബം ഹൈക്കോടതി വരെ പോയി ഉത്തരവ് വാങ്ങിയാണ് വെള്ളാപ്പള്ളി അടക്കമുള്ളവരെ പ്രതിസ്ഥാനത്ത് ചേർത്ത് മാരാരിക്കുളം പോലീസിനെ കൊണ്ട് പുതിയ കേസ് രജിസ്റ്റർ ചെയ്യിപ്പിച്ചത്. കോടികളുടെ മൈക്രോ ഫിനാൻസ് വായ്പാ തട്ടിപ്പിൽ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ അടക്കമുള്ളവരുടെ പരാതികൾ കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ വെള്ളാപ്പള്ളിക്കും തുഷാറിനും ഒപ്പം മഹേശനും കേസുകളിൽ പ്രതിസ്ഥാനത്ത് വന്നു. എന്നാൽ പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിച്ചപ്പോൾ കുറ്റമെല്ലാം പദ്ധതിയുടെ കോർഡിനേറ്ററായിരുന്ന തന്റെ മേൽ മാത്രം ചാരാൻ വെള്ളാപ്പള്ളി ശ്രമിക്കുന്നതായി മഹേശൻ മനസ്സിലാക്കുന്നു. ഇതോടെ തട്ടിപ്പിൽ വെള്ളാപ്പള്ളി അടക്കമുള്ളവരുടെ പങ്ക് വെളിപ്പെടുത്തി 32 പേജ് കുറിപ്പെഴുതി സഹഭാരവാഹികൾക്ക് മഹേശൻ വാട്സാപ്പിൽ അയച്ചു. ഇതിൽ പ്രകോപിതനായ നടേശൻ പോലീസിനെ സ്വാധീനിച്ച് തന്നെ കുടുക്കാൻ ശ്രമിക്കുന്നുവെന്ന ആശങ്ക ശക്തമായതോടെ മഹേശൻ സ്വന്തം വിധി എഴുതി. ക്രൈംബ്രാഞ്ചിന് ആലപ്പുഴയിൽ മൊഴി കൊടുത്ത 2020 ജൂൺ 8 എന്ന തീയതി വെച്ച് മഹേശൻ എഴുതിയ കുറിപ്പിൽ ഇതടക്കം വിവരങ്ങളുണ്ട്. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ കോടതി നിർദ്ദേശിച്ചപ്പോൾ വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുത്തു എന്നല്ലാതെ ഗൗരവമുള്ള നടപടികളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഭരണമാറ്റമുണ്ടായ സാഹചര്യത്തിൽ SNDP സംരക്ഷണ സമിതി അടക്കം ഇപ്പോൾ രംഗത്തെത്തുകയാണ്. മഹേശന്റെ 6ാം ചരമവാർഷികമായ വരുന്ന ജൂൺ 24-നകം തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബവും. അനിൽ ഇമ്മാനുവൽ, റിപ്പോർട്ടർ, കൊച്ചി.